രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത 6 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് പൂർണ്ണമായും കൃത്യമായും നിങ്ങൾ മനസ്സിലാക്കി കേൾക്കുകയാണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ, ചുരുങ്ങിയത് 21 ദിവസമെങ്കിലും നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കാണുന്നതുകൊണ്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു എന്നൊരിക്കലും തോന്നൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ മുമ്പ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ജനുവരി 23-ാം തീയതി ചൊവ്വാഴ്ച മാത്രമാണുള്ളത്. അന്നത്തെ ദിവസത്തേക്ക് ബുക്കിംഗ് ചെയ്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ബുക്കിംഗ് ചെയ്യേണ്ട, അത് നിങ്ങൾക്ക് ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സ്ഥലം എന്താണ്, വിഷയം, ആരൊക്കെയാണ് വരുന്നത് എന്നീ കാര്യങ്ങൾ കൃത്യമായി എഴുതി അറിയിക്കണം. എവിടുന്ന സ്ഥലം എന്ന് വരുന്നത് കൃത്യമായിട്ട് അറിയിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടുന്ന് വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എങ്ങനെയാണ് വരേണ്ടത്, കാര്യങ്ങളൊക്കെ റൂട്ട് ഇവിടുന്ന് ആളുകൾ അറിയിച്ചു തരും. അതിനനുസരിച്ചാണ് നിങ്ങൾ വരേണ്ടത്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കണം. കാരണം അതിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന് എടുക്കുമ്പോൾ അത് ക്ലിയർ ചാറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അപ്പോൾ അതിലുണ്ടാവും. ഇൻസ്റ്റഗ്രാം വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കില്ല, കുറഞ്ഞ മെസ്സേജുകൾ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് റീപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത 6 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, നാം ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി നമുക്കറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ തന്നെ നാം ചൊല്ലേണ്ട ഒരു ദിക്ർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, നാം ചൊല്ലുന്നുണ്ട്, നാം ചൊല്ലുന്നവരാണ്. അത് ചൊല്ലാത്തവരൊക്കെ ആണെങ്കിൽ അത് ജീവിതത്തിൽ അവർ പതിവാക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം നമ്മെ ജീവിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് അതിനർത്ഥം. അവനിലേക്കാണ് നമ്മെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ആ നല്ല സുന്ദരമായ അർത്ഥമുള്ള ആ വാചകം, ആ ഒരു ദിക്ർ എല്ലാവരും ചൊല്ലേണ്ടതാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് ആലോചിച്ച് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. സുബ്ഹ് നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ ഉടനെ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ, ഒരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ ചെയ്യാതിരിക്കണം. ഈ കാര്യങ്ങൾ ഒരമണിക്കൂർ, ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കണം. അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, സുഖമില്ലെങ്കിലും ഒരു സുഖം ഉണ്ടാകുമല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവുമല്ലോ. അതിനേക്കാളും വലിയ തോതിൽ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരിക്കാൻ സാധിക്കും. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുഖത്തിനേക്കാൾ, അപ്പോൾ പറയാം ഞങ്ങൾ എന്ത് സുഖമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത്രയും പ്രയാസമല്ലേന്ന്. എന്നാലും ഉണ്ടാവുമല്ലോ, ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ പ്രയാസത്തിൽ നിന്നൊരു മാറ്റം, അതിൽ നിന്നൊരു ചെറിയ ഹാപ്പിനെസ്, ഒരു സന്തോഷം, അത് ഘട്ടം ഘട്ടമായിട്ട് അത് വലിയ സന്തോഷത്തിലേക്കും ഹാപ്പിനെസ്സിലേക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിയെത്തിക്കും. അപ്പൊ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ വലിയ ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത 6 കാര്യങ്ങൾ. അതിലൊന്നാമത്തത് കൃത്യമായി മനസ്സിലാക്കണം. അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ആളുകളാണ് കൂടുതലും. അലാറം ഇല്ലാതെ എഴുന്നേൽക്കുന്നവരുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അലാറം ഇല്ലാതെ എഴുന്നേൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ. അലാറം ഇല്ലാതെ എഴുന്നേൽക്കുന്നവര് അത് ജീവിതത്തിൽ അങ്ങനെ അവരിങ്ങനെ കൃത്യമായി ഒരു സമയത്ത് തന്നെ എഴുന്നേറ്റ് അവർ ആ സമയമായാൽ ഉണരും. അപ്പൊ അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ആളുകള് അവര് സ്നൂസ് ഓപ്ഷൻ ഉണ്ട്. അലാറം വെക്കുമ്പോൾ സ്നൂസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അലാറം വെച്ച് നമ്മൾ ഒരു 4-5 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ ആ 5 മണിക്ക് അലാറം ഓഫ് ചെയ്ത് കിടന്നാൽ അല്ലെങ്കിൽ സ്നൂസ് ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ അലാറം അടിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അലാറം അടിച്ച് അവസാനത്തെ ഓപ്ഷനിൽ എഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ പ്രഭാതം തുടങ്ങുന്നത് എങ്കിൽ, ഈ അലാറം സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്നൂസ് ഓപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്.
അതെന്തേ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ പ്രഭാതത്തിലേക്ക്, ആ ദിവസത്തിലേക്ക് പ്രവേശിച്ച് ആദ്യ ദിവസം തന്നെ നാം സ്റ്റാർട്ട് ചെയ്യുന്നത്, നാം തുടങ്ങുന്നത് ഒരു ആക്ടിവിറ്റി, അത് നാം പിന്തിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടേത് തുടങ്ങുന്നത് തന്നെ ഒരു കാര്യം നാം ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ചെയ്യാൻ കഴിയാതെ വീണ്ടും അതിലേക്ക് വീണ്ടും ശ്രമിക്കുന്നു. അപ്പോൾ ഒരു മടിയോടുകൂടെയാണ് അന്നത്തെ ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ദിവസത്തിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ജീവിതത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അലാറം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്താണോ നമുക്ക് എഴുന്നേൽക്കേണ്ടത് ആ സമയം മാത്രം സെറ്റ് ചെയ്യുക. അത് അലാറം അടിക്കുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കുക. വീണ്ടും അത് അലാറം ഓഫ് ചെയ്ത് കിടന്ന് വീണ്ടും ഓൺ ചെയ്ത ഇങ്ങനെ വന്ന് അത് പിന്തിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് വല്ലാതെ ബാധിക്കും. ഇത് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്. അവരെക്കുറിച്ച് ഞാൻ പറയാം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് കൃത്യമായി അറിയാം അലാറത്തിന്റെ വില. ഒരു പ്രവാസി അലാറം വെക്കുന്നത് എഴുന്നേൽക്കാൻ വേണ്ടിയായിരിക്കില്ല. ഇത് കേൾക്കുന്ന പ്രവാസികളുണ്ടെങ്കിൽ അവർ കമന്റ് എഴുതണം. അവർ അലാറം വെക്കുന്നത് അവരൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അലാറം അടിക്കുന്നത്. മൊബൈൽ അത് നോക്കിയാൽ മാത്രം അവർ സേഫ്റ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി ടൈമിൽ കൃത്യമായിട്ട് എത്തണം. അപ്പൊ അവര് ആ ജോലി നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് അവരതിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് അവർ ഫ്രഷ് ആയിക്കെ വന്നതിന് ശേഷമാണ് വീണ്ടും അലാറം അടിക്കുക. അപ്പൊ അവരൊരു സേഫ്റ്റിക്ക് വേണ്ടി അലാറം വെക്കുന്ന. അലാറത്തിന്റെ വില മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രവാസികളോട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അലാറം വെക്കാതെ സെറ്റ് ചെയ്യാതെ, അലാം സെറ്റ് ചെയ്യാതെ ആർക്കാണോ എഴുന്നേൽക്കാൻ കഴിയുന്നത് അവർ ജീവിതത്തിൽ വലിയ കൃത്യനിഷ്ഠത ജീവിതത്തിൽ പകർത്തിയവരാണ്. ഈ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ അലാറം ഇല്ലാതെ എഴുന്നേൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവർ ആ സമയമായാൽ തന്നെ അവർ എഴുന്നേൽക്കും. അത് അവർ കൃത്യമായി അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ പകർത്തി വന്നുകൊണ്ട് അവർക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. അലാറം വെക്കാതെ തന്നെ കൃത്യസമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ, സ്വയം എഴുന്നേൽക്കാൻ കഴിയണം. ഇനി അലാറം വെച്ച് എഴുന്നേൽക്കുകയാണെങ്കിൽ ഈ സ്നൂസ് ഓപ്ഷൻ ഒഴിവാക്കുക. ഇത് പ്രഭാതത്തിൽ ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് അലാറം വെച്ച് അത് സ്നൂസ് ഓപ്ഷനിലേക്കാക്കി അത് പിന്തിപ്പിച്ച് വീണ്ടും കൊണ്ട് നടക്കുന്നത്. അത് അന്നത്തെ ദിവസം മുഴുവനും ഒരു നെഗറ്റീവാണ് നൽകുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്ട്രെച്ചിങ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചിലരൊരു വി ഷേപ്പിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും, ഇങ്ങനെ ബെഡിൽ നിന്നൊരു വി ഷേപ്പിൽ. അല്ലെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ ഒന്ന് ചുരുണ്ടുകൂടും അല്ലെ. രണ്ട് രൂപത്തിലാണ് പൊതുവിൽ. ഞാനൊരു പഠനത്തിൽ അവരുടെ ആ ഒരു സർവേയിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയതാണ്. ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അതിൽ ഏറ്റവും കൂടുതൽ രണ്ട് രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുക. അതിലൊന്നാമത്തത് വി ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. വി ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്നിങ്ങനെ അങ്ങനെ സ്ട്രെച്ച് ചെയ്യൂലേ, ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട്. അതാണ് ഒന്ന്. രണ്ടാമത്തേത് ഒരു ഫീറ്റസ്, ഈ ഗർഭസ്ഥ ശിശുവൊക്കെ, ഫീറ്റസ് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശു, ഈ അങ്ങനെ ചുരുണ്ട് കിടക്കുക. നമ്മളൊന്ന് എഴുന്നേറ്റ് വീണ്ടും ഒന്നിങ്ങനെ മടി പിടിച്ച് ചുരുണ്ട് കിടക്കുന്ന രൂപം. ഒന്ന് നമ്മൾ അറിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നതിന് പകരമായിട്ട് ഒന്ന് ചുരുണ്ട് കിടക്കുക. അപ്പൊ രണ്ട് പ്രവർത്തനങ്ങൾ, ഒന്ന് വി ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്യുക, രണ്ടാമത്തേത് ഈ ചുരുണ്ട് കിടക്കുക, വീണ്ടും അവിടെ ചുരുണ്ട് കൂടി കിടക്കുക. ഈ രണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഒരു പഠനത്തിൽ അവർ നടത്തിയ സർവേയിൽ വന്ന റിസൾട്ട് പൊതുവില് ഇങ്ങനെയാണ്. രണ്ട് രൂപങ്ങളിലാണ് ആളുകൾ എഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്യാറുള്ളത്. ഈ രണ്ട് രൂപങ്ങളിൽ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഉന്മേഷവാന്മാരായിട്ടും ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലതയുള്ള ആളുകളായിട്ടും സ്മാർട്ടായിട്ടുള്ള ആളുകളായിട്ടും കാണപ്പെടുന്നത് വി ഷേപ്പിൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എഴുന്നേൽക്കുന്ന ആളുകൾക്കാണ് എന്ന് പഠനത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ അത് ചുരുണ്ടുകൂടി കിടക്കാതെ ഒന്ന് വി ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്ത് ഒന്ന് പേശികളൊക്കെ ഒന്ന് വലിപ്പിച്ച് ഒന്ന് ആക്റ്റീവിലേക്ക് കൊണ്ടുവരുന്ന ഒരു രൂപമുണ്ടായിരിക്കുക. ആ ചുരുണ്ടുകൂടി കിടക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് രാവിലെ എഴുന്നേറ്റാലുടനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ രണ്ടാമത്തേത്. രാവിലെ നാം ഒഴിവാക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, നെഗറ്റീവ് എനർജിയോടുകൂടെ ആ ദിവസം തുടങ്ങാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നേരെ എഴുന്നേറ്റ ഉടനെ എല്ലാവരും ചെയ്യുന്നത് നേരെ അങ്ങ് ബാത്റൂമിലേക്ക് പോകും അല്ലെ. ബാത്റൂമിലേക്ക് പോയി നമ്മുടെ ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്ത് നാം ഫ്രഷ് ആകാനുള്ള പ്രവർത്തനത്തിലേക്കാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത്.
നേരെ മറിച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നാം നമ്മുടെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ വിൻഡോസിന്റെ കർട്ടൺ ഒന്ന് മാറ്റി ജനലൊന്ന് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം. ഒരു 5 മിനിറ്റ് പുറത്തേക്ക് നോക്കി നിൽക്കാം. അപ്പോൾ ആ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ പ്രകൃതി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണം അല്ലേ? ആ പ്രകൃതിയുടെ ആ പച്ചപ്പും ആ പ്രകൃതിയുടെ ആ ഒരു സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചവും അതേപോലെ തന്നെ ആ ഒരു എയർ, പ്രകൃതിയിൽ നിന്ന് വരുന്ന കാറ്റ്, അതൊക്കെ കൊണ്ടിട്ട് നമുക്കൊരു പുതിയ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കണം. അത് ചെയ്യാതെ നേരെ അവൻ എന്ത് ചെയ്യുന്നു? ബാത്റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് അവൻ്റെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഫ്രഷ് ആവാന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ഒന്ന് കർട്ടൺ അല്ലെങ്കിൽ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത്. അപ്പോൾ ചിലപ്പോൾ ചിലർ പറയും അങ്ങനെ പുറത്തേക്ക് നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, ഇതൊരു ഒരു ജനലിങ്ങ് തുറന്ന നേരെ ബിൽഡിംഗ് ആണുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റില്ല, ഇരുട്ടായിരിക്കും. ഞങ്ങൾ വളരെ ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുന്നവരാണ്, 4:30 5 മണിക്ക് എഴുന്നേൽക്കുന്നവരാണ്. അപ്പോൾ പുറത്തേക്ക് നോക്കി ഒന്നും കേൾക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ജനലൊന്ന് ഓപ്പൺ ചെയ്താൽ തന്നെ നമ്മുടെ റൂമിലേക്ക് ഒരു എയർ, നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള എയർ വരും. അതന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനുള്ള കാരണം. അങ്ങനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾ പുറത്ത് ലൈറ്റ് ഇടാൻ പറ്റുന്ന, ഏർലി മോർണിംഗിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ ലൈറ്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇടുക. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള ചില മരങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിലേക്കൊന്ന് നോക്കിയിരിക്കുക. അത് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ആനന്ദകരമായ കാഴ്ചകൾ, നല്ലൊരു പോസിറ്റീവ് തോട്ട് ലഭിക്കാൻ കാരണമാകും. അങ്ങനെ നോക്കി നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റെങ്കിലും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ജനലൊക്കെ തുറന്ന് പ്രകൃതി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പുറത്തേക്ക് നോക്കിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇരുട്ടാണെങ്കിലും നല്ല കിളികൾ, പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ഉണരുന്ന കിളികളൊക്കെ ഉണ്ടാവും, ബേഡ്സുകൾ. ആ ബേഡ്സിന്റെ ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദങ്ങൾ നമ്മുടെ ഈ കാതുകളിൽ കേൾക്കും. അപ്പോൾ നമുക്ക് പ്രഭാതത്തിൽ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ശബ്ദം കേൾക്കണം അല്ലേ? നല്ല പ്രകൃതിയിൽ നല്ല ശബ്ദം കേൾക്കണം. അതൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുക ആ ദിവസത്തിൽ. അതിങ്ങനെ കേട്ടോണം. അല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഇതിനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും, ഓരോരുത്തരും അവരവരുടെ മതങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും. അവർക്ക് ലഭിക്കുന്ന പോസിറ്റീവ് തോട്ട്സ്, ഹൈന്ദവരാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വാസപ്രകാരമുള്ളവർക്ക് ചെയ്യാം, ക്രൈസ്തവരാണെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരമുള്ളവർക്ക് ചെയ്യാം. ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം, എൻ്റെ കമ്മ്യൂണിറ്റി ഇതായതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്യുക, അല്ല വിശുദ്ധ ഖുർആൻ എങ്ങനെയെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഖുർആൻ കേൾക്കാൻ, അപ്പോൾ പ്രഭാതത്തിൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയാണല്ലോ. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അവലംബമാണല്ലോ വിശുദ്ധ ഖുർആൻ അല്ലേ? അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകും. അല്ലെങ്കിൽ എന്തെങ്കിലും ബുർദയുടെ വരികൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഓപ്ഷനുകളൊന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ ഉണ്ടാവലോടുകൂടെ ഇതൊക്കെ കേൾക്കൽ എപ്പോഴും നല്ലതാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി പോകുക എന്നുള്ളത് ആ ദിവസം തന്നെ നെഗറ്റീവ് എനർജി കൊണ്ട് തുടങ്ങാതിരിക്കാനുള്ളൊരു കാരണമാകും. അപ്പോൾ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് കൊണ്ട് തുടങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കോട്ട്സുകൾ, ഇപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സ്വതക്കയാണ്. അതൊരു കോട്ടാണ് അല്ലേ? അതൊരു നല്ലൊരു ഒരു പോസിറ്റീവ് തരുന്ന ഒരു വാചകമാണ്. അതങ്ങനെ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നോക്കുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ മക്കയുടെയോ മദീനയുടെയോ കഅബയുടെയൊക്കെ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കുക. അപ്പോൾ പ്രഭാതം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവോടുകൂടെ തുടങ്ങുക. നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് ഒരു നെഗറ്റീവ് ഓടുകൂടി തുടങ്ങാതിരിക്കുക. അതായത് എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യാതിരിക്കുക, ഇത് ചെയ്ത ഉടനെ തന്നെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഇത്തരം പോസിറ്റീവുകളിലൂടെ ആയിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആകെ ആശയം. ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ വിജയം, ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കാൻ പറ്റണം. അത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈം എപ്പോഴാണെന്നറിയോ? ജസ്റ്റ് ബിഫോർ ബെഡ്, ജസ്റ്റ് ആഫ്റ്റർ ബെഡ്. നമ്മൾ ബെഡിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പും എഴുന്നേറ്റ ഉടനെയാണ് അതിന് പറ്റുന്ന ഏറ്റവും നല്ല ടൈം അതാണ്. അപ്പോൾ ആ നല്ല ടൈം നമ്മൾ യൂസ് ആക്കുക. ആ നല്ല ടൈം എന്ന് പറഞ്ഞാൽ ആ നല്ല ടൈമിൽ നാം എന്താണോ എഴുന്നേറ്റ ഉടനെ ബെഡിലേക്ക് കിടന്നുറങ്ങുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ്, എഴുന്നേറ്റ് 5 മിനിറ്റ് ശേഷം, ഈ സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പ്രവർത്തിക്കുന്നത്, എന്താണോ
കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, അത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും നമ്മുടെ ജോലിയിലും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും അത് കൃത്യമായി ശക്തമായി എഫക്റ്റീവായിട്ട് അത് ഫലിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബിഫോർ ബെഡ്, ജസ്റ്റ് ആഫ്റ്റർ ബെഡ്, ഈ 2 സമയങ്ങൾ 5 മിനിറ്റ് നമ്മുടെ മക്കളുടെ ജീവിതത്തിലൊക്കെ പോസിറ്റീവ് കൊടുക്കാൻ, പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈമാണ് അതെന്ന് മനസ്സിലാക്കുക. അപ്പം 4ാമത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട, രാവിലെ എഴുന്നേറ്റ ഉടനെ ഒഴിവാക്കേണ്ട, ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ചെയ്യാതിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് 4ാമത്തേത്, അത് ഞാൻ പറയുമ്പോൾ തന്നെ ഈ പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ നമ്മോട് അറ്റാച്ച്മെന്റ് ആയിരിക്കുന്ന ഒരു വിഷയമാണ്. കഴിവിന്റെ പരമാവധി നാം അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രൂപത്തിലേക്കെങ്കിലും അത് കൺട്രോൾഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. അതില് 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂ ജനറേഷൻ, നമ്മളൊക്കെ ഉള്ള ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണ്, ടാബ്, ഇങ്ങനെ തുടങ്ങിയ TV, ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ ഗാഡ്ജറ്റ്സുകൾ, ഡിസ്പ്ലേ വരുന്ന ഈ സംഭവങ്ങൾ, ഇതൊക്കെ ഒരു കാരണവശാലും എഴുന്നേറ്റ ഉടനെ ഒരു 5-10 മിനിറ്റ് അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. എന്നാൽ അത് വരുത്തി വെക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എഴുന്നേറ്റ ഉടനെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ അതുവരെ കണ്ണടച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ചിലപ്പോൾ ലൈറ്റ് പോലും ഉണ്ടാവില്ല. പെട്ടെന്ന് നമ്മൾ എഴുന്നേറ്റ ഉടനെ ലൈറ്റ് ഇടുന്നതിന് മുമ്പായിരിക്കും നമ്മൾ മൊബൈൽ ഫോൺ നോക്കുക. ആ മൊബൈൽ ഫോൺ നോക്കുന്ന സമയത്ത് അത്രയും നേരം ഒരു കാഴ്ചയും കാണാതെ പെട്ടെന്ന് നാം നമ്മുടെ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണിലേക്ക് നോക്കുമ്പോൾ ആ ഒരു നല്ല ലൈറ്റുള്ള, ബ്രൈറ്റ് ആയിട്ടുള്ള ആ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് ഒരു വൺ ടൈമിൽ തന്നെ ശക്തമായിട്ട് പതിക്കണം. അത് കാരണമായിട്ട് LED, LCD ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശ രശ്മികൾ കാരണമായിട്ട്, ആ ഒരു ബ്രൈറ്റ്നെസ് കൂടിയ ലൈറ്റ് കാരണമായിട്ട് നമ്മുടെ ഹെൽത്തിന് എത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഹെൽത്തിന്റെ ആളുകൾ പറയുന്ന പല കാര്യങ്ങളും കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രത്തോളം അപകടകരമാണത്. പക്ഷെ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യ സമയത്ത് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് നോക്കും, വാട്സപ്പിലെ മെസ്സേജുകൾ നോക്കും, അതേപോലെ തന്നെ യൂട്യൂബിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കും, പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാൻ വേണ്ടി നോക്കും. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ, ഇത്തരം വിഷയങ്ങളൊക്കെ, നമ്മുടെ ആവശ്യമുള്ള ഗ്രൂപ്പുകളൊക്കെ നോക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അത് കാരണമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് ശക്തമായ ബ്രൈറ്റ്നെസ് വരികയാണ്. അത് ആരോഗ്യപരമായിട്ട് നമ്മെ നന്നായി ബാധിക്കും. നമ്മുടെ കണ്ണിലേക്ക് പ്രഭാതം പൊട്ടിവിടരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, ആ പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ലൈറ്റ് കണ്ണിലേക്കും വരേണ്ടത്. എങ്ങനെ ഒരു പ്രഭാതം പൊട്ടിവിടരല്? അത് രാവിലെ എഴുന്നേറ്റ സൂര്യൻ പതിയെ ഉദിച്ച് അതിങ്ങനെ അതിൻ്റെ ലൈറ്റ് വളരെ ലോ ലൈറ്റിൽ തുടങ്ങി അതങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ വരില്ല ചെയ്യാം. അതേപോലെയാണ് പ്രകാശങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണിലേക്കും പതിക്കേണ്ടത്. അതിൻ്റെ ഒരു തെളിവാണ്, പെട്ടെന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അടഞ്ഞു പോകുന്ന കാണാറില്ലേ ഇരുട്ടുള്ള സ്ഥലത്തുനിന്ന്. അത്രത്തോളം പ്രയാസം നമ്മുടെ കണ്ണുകൾക്ക് ആ ലൈറ്റ് കാരണമായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ പ്രയാസം നമ്മൾ ഈ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴുണ്ടാകും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത 4ാമത്തെ കാര്യമാണ് ഉടനെ തന്നെ മൊബൈൽ ഫോണ്, അതിലെ നോട്ടിഫിക്കേഷൻസ് നോക്കാതിരിക്കാൻ. ചിലപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് സ്കൂളിൽ, ഞാനൊരു അധ്യാപകനാണ്, എൻ്റെ സ്കൂൾ ഗ്രൂപ്പ് എനിക്ക് നോക്കണം എന്ന രൂപത്തിൽ 5 മിനിറ്റ് നോക്കാൻ വേണ്ടി എടുത്താൽ അതൊരു 10 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറോ ആയി അതങ്ങനെ സമയം അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ മടിയനാക്കാനും കാരണം. ഇപ്പം TV കാണരുത് എന്ന് പറയുന്നതിന് അർത്ഥമില്ല തോന്നുന്നു. കാരണം ഇപ്പം അതൊന്നും ആരും കാണലുണ്ടാവില്ല. ഇപ്പം ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ യൂസ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെന്നില്ല വേറെ എന്തെങ്കിലും പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും MP3 പ്ലെയറോ മറ്റോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ബുറുദയോ മറ്റോ ഒക്കെ കേൾക്കുന്ന നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രൂപത്തിലേക്ക് എത്താൻ. 5ാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ ഉടനെ ഒഴിവാക്കേണ്ട 5ാമത്തെ കാര്യമാണ് ഒരിക്കലും കംപ്ലൈന്റ് പറയാതിരിക്കുക എന്നുള്ളത്. എഴുന്നേറ്റ് ഉടനെ തന്നെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാതിരിക്കുക. കംപ്ലൈന്റ് പറയൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ പറയണം, നല്ല തണുപ്പാണല്ലോ, എന്തിങ്ങനെ എത്ര തണുപ്പ്, വല്ലാത്തൊരു തണുപ്പ്, ഒരു പരാതിയോടുകൂടെ നമ്മുടെ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യണം. എഴുന്നേറ്റ് ഉടനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ പറയണ ഇന്ന് കറണ്ടില്ല, ഇന്ന് എന്ത് ദിവസമാണ് ഇതിങ്ങനെ നശിച്ച ദിവസം, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു കംപ്ലൈന്റും ഒരു പരാതിയും ഒക്കെ ആയിട്ട് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നമ്മളെ മക്കളൊക്കെ എന്ത് ചെയ്യും,
അവർ എഴുന്നേൽക്കാൻ മടിക്കുമ്പോൾ അവരെ ശകാരിച്ചും ചീത്ത പറഞ്ഞും അവരെ ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ബ്ലെയിം ചെയ്യും ചില ആളുകളൊക്കെ, മാതാപിതാക്കള്, രക്ഷിതാക്കള് നല്ലോണം കുറ്റപ്പെടുത്തി അങ്ങേയറ്റത്തെ ബ്ലെയിമിങ് ആയിരിക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. ഈ കുറ്റപ്പെടുത്തലുകളും ശകാരിക്കലും ചീത്ത പറയലൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പോസിറ്റീവ് വൈബോട് കൂടെ കുട്ടിയെ എഴുന്നേൽപ്പിക്കുക. നല്ല സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ, ആ വാത്സല്യത്തോടുകൂടെ തന്നെ വിളിക്കുക, ആ വാത്സല്യത്തോടുകൂടെ തന്നെ കൊണ്ടുപോയിക്കുക. നമ്മളിലേക്ക് ചേർത്തിയിട്ട് എപ്പോഴും പറയാം വാപ്പാൻ്റെ മോള്, ഉമ്മാൻ്റെ മോള്, ഉമ്മച്ചിൻ്റെ മോള്, ഇങ്ങനെ പറഞ്ഞു മോനെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ സ്നേഹത്തോടു കൂടെ തന്നെ പറഞ്ഞു കൊണ്ടുപോകുക, കൊണ്ടുവരിക. അപ്പോൾ അവർക്കും തന്നെ ആ കുട്ടിയുടെ മനസ്സിലും തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ കാരണമാകും. അന്ന് ആ കുട്ടി സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നതൊക്കെ നല്ല ഓർമ്മശക്തിയിൽ നിൽക്കാനും കാരണമാകും. നേരെ മറിച്ച് നമ്മൾ തുടക്കത്തിലെ ഈ നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടി പിന്നെ ഒന്നും പോസിറ്റീവ് ആ ദിവസത്തിൽ ഒന്നും ചെയ്യൂല, പ്രവർത്തിക്കൂല, ചിന്തിക്കൂല. നമ്മളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ ആദ്യ പാഠശാല. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് അവരുടെ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നതെല്ലാം. ഞാൻ മുമ്പ് ഓർമ്മശക്തി ഉണ്ടാവേണ്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. കാണാത്തവർ അത് ഈ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലെയിം ചെയ്ത് കംപ്ലൈൻറ്റ് പറഞ്ഞ് നമ്മുടെ ദിവസം തുടങ്ങാതിരിക്കുക. ഇതാണ് അഞ്ചാമത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട എഴുന്നേറ്റ ഉടനെ. ഇത് എഴുന്നേറ്റ ഉടനെ എന്ന് പറഞ്ഞാൽ ഹാഫ് ആൻ അവർ എങ്കിലും ചുരുങ്ങിയത് ഒഴിവാക്കുക. ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക. ആറാമത്തത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത, എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ആറാമത്തെ കാര്യം, അതായത് നാം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഒഴിവാക്കരുത് ഒരിക്കലും ഈ കാര്യം. അതായത് എഴുന്നേറ്റ ഉടനെ തന്നെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഏകദേശം ഒരു സമയത്തിനനുസരിച്ച് നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് നോർമൽ വാട്ടർ, നല്ല ശക്തമായ തണുപ്പുള്ള വെള്ളവും ശക്തമായ ചൂടുള്ള വെള്ളം കുടിക്കാതെ ഒരു നോർമൽ വാട്ടർ, അതിൽ ഇളം ചൂടുള്ള വാട്ടർ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് പറയുന്നു. അത് കൃത്യമായിട്ട് ഒരു ഗ്ലാസ് എങ്കിലും മിനിമം അത് രാവിലെ തന്നെ കുടിക്കുക എന്നുള്ളതാണ്. അത് നല്ല ഉന്മേഷം ഉണ്ടാകാനും അതേപോലെ തന്നെ കാര്യക്ഷമമായിട്ട് ആ ദിവസങ്ങളിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നല്ലൊരു ഉന്മേഷവാനായിട്ട് ഊർജ്ജസ്വലനായിട്ട് കാണാൻ കഴിയും അത് കുടിച്ചാൽ. അപ്പോൾ ഈ നോർമൽ വാട്ടർ കുടിക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ അതിലേക്ക് ഒരു തുള്ളി ചെറുനാരങ്ങൻ്റെ നീര്, അത് ഒരു ഡ്രോപ്പ് അതൊന്ന് അതിലേക്ക് ഉറ്റിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല ഉന്മേഷവാന്മാരായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ ഈ ആറു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ ആറു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമെന്നാണ്. വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളുണ്ട്. ചുരുങ്ങിയത് 1-2 ദിവസം മാത്രം ചെയ്താൽ പോലും ചുരുങ്ങിയത് 21 ദിവസമെങ്കിലും ഈ ആറു കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. മാറ്റങ്ങൾ ഉണ്ടാകും. മാറ്റങ്ങൾ ഉണ്ടായ ചരിത്രമേ ഉള്ളൂ. കാരണം ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അത്തരം കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉറക്കുന്നു. ആ ഉറക്കത്തിൽ തന്നെ എത്രയോ ആളുകൾ മരണപ്പെടുന്നു അല്ലേ? എത്രയോ ആളുകൾ സൈലന്റ് അറ്റാക്ക് വന്ന്, ഹാർട്ട് അറ്റാക്ക് വന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തിന്റെ മുമ്പ് തന്നെ ഇവിടെ പറയുന്നു. അപ്പോൾ ആ ഒരു സംഭവം സംഭവിപ്പിക്കാതെ റബ്ബ് നമ്മെ എഴുന്നേൽപ്പിച്ചതിനാണ് നാം എന്ത് ചെയ്യുന്നത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ എന്ന മഹത്തായ ആ ഒരു ദിക്ർ നാം ചൊല്ലുന്നത് അന്നത്തെ ദിവസം സുബഹി നിസ്കരിക്കുന്നു. എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു ദിവസവും 5 വഖ്ത് നിസ്കാരം ഒഴിവാക്കരുത്. ജീവിതത്തിൽ ഹറാമുമായി ബന്ധപ്പെടരുത്. പലിശ വാങ്ങരുത്, പലിശ കൊടുക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, പലിശ ഇടപാടുകളുമായി ബന്ധപ്പെടരുത്, ഹറാമിന്റെ ബന്ധങ്ങൾ സ്ഥാപിക്കരുത്. സ്മാർട്ട് ഫോണുള്ള കാലമാണ്. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്രചാരം നേടിയ കാലമാണ്. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ജനിക്കുന്നവർക്കെല്ലാം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും അക്കൗണ്ടുകളൊക്കെ നിലവിലുള്ള കാലമാണ്. ഹറാമിന്റെ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വളരെയധികം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മേലിട്ട് കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളെ തിന്മയിലേക്ക് അവസരം കിട്ടിയിട്ട് ചെയ്യാതെ, സിനക്ക് അവസരം കിട്ടിയിട്ട് ചെയ്യാത്ത ആളുകളാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തുക. ഏതവസരം ഉപയോഗപ്പെടുത്തുക? അങ്ങനെ തിന്മയിലേക്ക്, വ്യഭിചാര
വ്യഭിചാരത്തിന് അവസരം കിട്ടിയിട്ട് ഒഴിഞ്ഞു മാറുന്നവർക്ക് നല്ല അർശിന്റെ നിഴലുണ്ടല്ലോ, ആ അർശിന്റെ നിഴല് കിട്ടാനുള്ള അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. സ്വലാഹിന്റെയും മുത്തഖീങ്ങളുടെ അഖിലുകാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരി 23 ചൊവ്വാഴ്ചയാണ്. അന്ന് കാണേണ്ടവർ ബുക്ക് ചെയ്ത് മാത്രം വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.